അൺഫിൽറ്റ് മെയ് 4 വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നേതാക്കൾക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊക്കെ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായി അടിപിടി തങ്ങളാൽ കഴിയുന്നത് നേതാക്കൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹൈക്കമാൻഡ് കടിഞ്ഞാൺ വിഫലമാകുന്നു. ഈ പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്ന് കെ.സി. പക്ഷം പ്രവർത്തകരുടെ മനോവീര്യം തകർക്കരുതെന്ന മുന്നറിയിപ്പാണ് ലീഗ് നൽകുന്നത്. അൺഫിൽറ്റ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതായത് പോളിംഗ് കഴിഞ്ഞ് അന്നു മുതൽ തന്നെ കോൺഗ്രസ് തുടങ്ങിയതാണ് ആരാകും മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ചർച്ചകൾ. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക. ഈ ഏറെക്കുറെ ഒരു മാസക്കാലവും കോൺഗ്രസിനുള്ളിൽ 3 നേതാക്കന്മാർ, ആദ്യം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ കെ.സി. വേണുഗോപാൽ കടന്നു വരുന്നു. ഈ 3 നേതാക്കളും ഗ്രൂപ്പ് തിരിഞ്ഞ് ഇവരുടെ അനുയായികളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ചില നേതാക്കന്മാരൊക്കെ പരസ്യമായി തന്നെ ഇന്ന നേതാവ് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ മറ്റേ ആൾക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന രീതിയിൽ ചില മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി രംഗത്ത് വരുന്നു. കെ സുധാകരന്റെ പോസ്റ്റൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ പോര് ഇടപെടാൻ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുന്നു, താക്കീത് നൽകുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി. പക്ഷെ അപ്പോഴും പോര് അവസാനിപ്പിക്കുന്നില്ല. അത് മറ്റൊരു തലത്തിലേക്കാണ് കടക്കുന്നത്. അതായത് തങ്ങളുടെ പ്രതിച്ഛായ കൂട്ടാനുള്ള ഒരു മത്സരം. എന്തായാലും UDF അധികാരത്തിൽ വരുമെന്ന രീതിയിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ്, 100% ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ഒരു 10 താഴെ ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ. പക്ഷെ അതിന്റെ അവസാന ലാപ്പിൽ ഇവർ 3 പേരും തമ്മിൽ ഒരു പ്രതിച്ഛായ കൂട്ടാനുള്ള മത്സരം. അതൊരു ഡോക്യുമെന്ററി ആയാലും പുസ്തക രൂപത്തിലൊക്കെ ആയാലും, അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റുമായി രംഗത്ത് വരുന്നു. വികസനം, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ, തന്റെ പ്രസംഗങ്ങളാണ്, നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു പുസ്തകമാണ് വി ഡി സതീശൻ രംഗത്തിറക്കാൻ പോകുന്നത്. ഒപ്പം പാർലമെന്ററി രംഗത്ത് തങ്ങളുടെ മികച്ച പ്രസംഗങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടൊരു പുസ്തകമാണ് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലുള്ള വീഡിയോകൾ, അപ്പോൾ ഇത്തരം വീഡിയോകളും അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും ഒക്കെ തന്നെയും അവരവരുടെ ഹാൻഡിലുകളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും ഇത് തമ്മിൽ തർക്കം മറ്റൊരു തലത്തിലേക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ രീതിയിൽ കോൺഗ്രസ് ഈ രീതിയിൽ പരസ്പരം പോരടിക്കുന്നു. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇതൊരു പോര് തന്നെയാണ്. ഇതിൽ ഘടകകക്ഷികളൊക്കെ തന്നെ വലിയ രീതിയിൽ അതിർത്താനും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തന്നെ ഇങ്ങനെ കോൺഗ്രസ് ഈ രീതിയിലൊരു മറ്റുള്ളവരെ കൊണ്ടൊരു ചർച്ചയാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന രീതിയിലാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ തങ്ങളൊക്കെ തന്നെ ഇന്ന് പ്രതികരിക്കുന്ന ആ രീതിയിലായിരുന്നു. അതോടൊപ്പം മറ്റു ഘടകകക്ഷികൾക്ക് തന്നെ വലിയ രീതിയിൽ ഇതിൽ അതൃപ്തിയും വിയോജിപ്പും ഒക്കെ ഉണ്ട്. അതേസമയം ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കിക്കുന്നതിനിടെ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ വിയോജിപ്പുണ്ട്. അതേസമയം കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ഈ നേതാക്കളൊന്നും തന്നെ പരസ്യമായി ഇവരോട് ചോദിക്കുമ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇതിനകത്ത് വ്യക്തമായൊരു മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് പോലും കെ.സി. വേണുഗോപാലിന്റെ പേര് പോലും ഈ രീതിയിൽ കടന്നു വരുമ്പോൾ ഒരു തവണ പോലും അദ്ദേഹം ആവർത്തിച്ച് മാധ്യമങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും താൻ മുഖ്യമന്ത്രിയാകാൻ ഇല്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഹൈക്കമാൻഡ് പോലെ ഈ ഒരു വിഷയത്തിൽ നേതാക്കന്മാർ തമ്മിലടിക്കുന്ന മറ്റൊരു തലത്തിൽ ഈ ചർച്ചയൊക്കെ ആക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് തന്നെയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ആ ദിവസമെങ്കിലും ഈ രീതിയിലുള്ള മത്സരം ഇവർ അവസാനിപ്പിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം CPM ഉം BJP യും ആകട്ടെ ഈ തമ്മിലടി കണ്ട് വലിയ രീതിയിൽ തന്നെ പരിഹാസവുമായി രംഗത്തുമുണ്ട്. അശ്വതി, അതുതന്നെയാണ് അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അടിപിടി തർക്കം കോൺഗ്രസിൽ മുറുകുകയാണ്. വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്.